ജോബിന് അംഗമായിരിക്കുന്ന കർമ്മലീത്ത സഭയുടെ വിശുദ്ധ അമ്മ ത്രേസ്യ ഇപ്രകാരം പറയുന്നുണ്ട്: ബിഹൈൻഡ് ഈച്ച് പ്രീസ്റ്റ് there is a demon fighting for his fall. ഓരോ പുരോഹിതന്റെയും പുറകിൽ പിശാച് അവന്റെ അധപതനത്തിനായിട്ട്, അവന്റെ പതനത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അതെ, അതുകൊണ്ട് ഈ മകൻ വീഴാതിരിക്കുവാനായിട്ട്, പുരോഹിതർ വീഴാതിരിക്കുവാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. If we have the language to criticize them, we must have twice as much as to pray for them. ഇവരെ വൈദികരെ വിമർശിക്കുവാനായിട്ട് നമുക്ക് ഭാഷയുണ്ടെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ട് എന്ന് അമ്മ ത്രേസ്യ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് വൈദികരുടെയൊക്കെ കുറവുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിക്കുക, അവരുടെ പോരായ്മകൾ ആഘോഷിക്കുക. തീർച്ചയായിട്ടും ആഘോഷിക്കപ്പെടേണ്ടതാണ് പോരായ്മകൾ ഉണ്ടെങ്കിൽ. പക്ഷേ അവർക്ക് കുറവുകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ ഞാൻ പറയും അത് ജനത്തിൻ്റെ പ്രാർത്ഥനയുടെ കുറവാണ്. കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി കേട്ടാണ് ദൈവം മോശയെ അങ്ങോട്ട് അയക്കുന്നത്. ജനത്തിൻ്റെ നിലവിളി കേട്ടറിഞ്ഞാണ് വൈദികരെ തിരുസഭയ്ക്ക് ദൈവം പ്രദാനം ചെയ്യുന്നത്. അപ്രകാരമുള്ള ദൈവജനത്തിൻ്റെ നിലവിളി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കുമൊക്കെ ഉള്ള വിളികൾ കുറയും. വൈദികർക്കും സന്യസ്തർക്കുമൊക്കെ കുറവുകൾ ഉണ്ടാകും. അത് ആഘോഷിക്കപ്പെടും. അതുകൊണ്ട് അമ്മ ത്രേസ്യയുടെ ഈ വചനം, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഈ വചനം നമുക്ക് എപ്പോഴും നമ്മുടെ കർണപുടങ്ങളിൽ ഉണ്ടാകണം, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഓരോ വൈദികന്റെയും പുറകിൽ ഒരു പിശാചുണ്ട് അവനെ വീഴ്ത്തുവാനായിട്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് കടമയുണ്ട്. ഇത് ഈ മാതാപിതാക്കളുടെ മാത്രം കടമയല്ല, ഈ ഇടവകയുടെ മാത്രം കടമയല്ല. ദൈവജനത്തെ പുരോഹിതനിൽ വിശ്വസിക്കുന്ന, പൗരോഹിത്യത്തിൽ വിശ്വസിക്കുന്ന, വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന, കൂദാശകളിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവജനത്തിൻ്റെയും കടമയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർക്കേണ്ടതുണ്ട്.